ലേ ഷാക്ലിയർ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഓരോ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെയാണ് ഹേബർ പ്രോസസ്. N2 plus 3H2 gives NH3, 2NH3. അതായത് അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഹേബർ പ്രോസസ്സ്. അപ്പൊ അമോണിയയുടെ പ്രൊഡക്ഷൻ്റെ ഇക്വേഷൻ നോക്കാം. N2 plus 3H2 gives 2NH3 and here delta H is equal to minus 93.474 kilojoule. ഈ ഒരു സിസ്റ്റത്തില് ടെമ്പറേച്ചർ എങ്ങനെയാണ്, പ്രഷർ എങ്ങനെയാണ്, കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഈ ഇക്വിലിബ്രിയം സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലായി ഫോർവേഡ് റിയാക്ഷനിൽ ഹീറ്റ് റിലീസ് ചെയ്യും. So obviously backward reaction will be endothermic. Forward reaction exothermic ഉം backward reaction endothermic ആണ്. Forward reaction exothermic ഉം backward reaction endothermic ആണ്. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ഫേവർ ചെയ്യും? ഏത് റിയാക്ഷൻ ആണ് ഫേവർ ചെയ്യുക? When temperature is increased, ഇക്വിലിബ്രിയം സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻക്രീസ് ചെയ്ത ടെമ്പറേച്ചറിന്റെ ഇഫക്റ്റ് നള്ളിഫൈ ചെയ്യാൻ സിസ്റ്റം ശ്രമിക്കും. എവിടെയാണോ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ഏത് ഡയറക്ഷനിലാണോ നടക്കുന്നത് ആ ഡയറക്ഷൻ ഫേവർ ചെയ്യും. അതായത് when temperature is increased, endothermic reaction favors. Here backward when temperature is increased, endothermic reaction favors. Endothermic reaction favors. Here backward reaction is endothermic. Backward reaction is endothermic. ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ നടക്കും. അപ്പൊ ഇവിടെ അമോണിയയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹേബർ പ്രോസസ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് വേണം? ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ആണ് നടക്കുക. അതുകൊണ്ട് ടെമ്പറേച്ചർ ഷുഡ് ബി ലോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യണം. ഓക്കെ, അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. ടെമ്പറേച്ചർ ഈ സിസ്റ്റത്തിനെ എങ്ങനെ എഫക്ട് ചെയ്യുക? ഡീകമ്പോസിഷൻ ആണ് നടക്കുക. ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് ഇവിടെ എൻഡോതെർമിക്. ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡീകമ്പോസിഷൻ ആണ് നടക്കുക. ഓക്കെ, ഇനി അതേപോലെ പ്രഷർ കൂട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം പ്രഷർ എങ്ങനെയാണ് എഫക്ട് ചെയ്യുക? വെൻ പ്രഷർ ഓഫ് ദി സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം, വെൻ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്ത പ്രഷറിന്റെ എഫക്ട് നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം എവിടെയാണോ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറവുള്ളത് ആ ഡയറക്ഷനിലേക്ക് റിയാക്ഷൻ ഫേവർ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പ്രഷർ when pressure is increased, reaction proceeds in the direction where number of moles is less. എന്ത് നമ്പർ ഓഫ് മോൾസിനെ കാണിക്കുന്നില്ല, നമ്പർ ഓഫ് മോൾസ് ഇസ് ലെസ്. ഇവിടെ നോക്കൂ, റിയാക്ടന്റില് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? 1 + 3, 4 നമ്പർ ഓഫ് മോൾസ് ഉണ്ട് റിയാക്ടന്റില്. പ്രോഡക്റ്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? 2 നമ്പർ ഓഫ് മോൾസേ ഉള്ളൂ. അപ്പോ when pressure is increased, forward reaction favors. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ forward reaction favors. ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ. സോ ഹേബർ പ്രോസസ്സിൽ അമോണിയ പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കൂട്ടണം. ടെമ്പറേച്ചർ എന്തായിരിക്കണം? ടെമ്പറേച്ചർ കുറവായിരിക്കണം, പ്രഷർ കൂടുതലായിരിക്കണം. ഇനി കോൺസെൻട്രേഷൻ എങ്ങനെ എഫക്ട് ചെയ്യണമെന്ന് നോക്കാം. കോൺസെൻട്രേഷൻ, അതായത് ഇതില് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടി കഴിഞ്ഞാൽ എന്തുണ്ടാവും? when we increased the concentration of ammonia and hydrogen in equilibrium,
It favors that reaction where this ammonia, nitrogen and hydrogen is used. നൈട്രജനും ഹൈഡ്രജനും കോൺസെൻട്രേഷൻ കൂട്ടി, അപ്പൊ അതിനെ ഉപയോഗിക്കുന്ന റിയാക്ഷൻ നടക്കും. നൈട്രജനും ഹൈഡ്രജനും കൊടുത്തു കഴിഞ്ഞാൽ നൈട്രജനും ഹൈഡ്രജനും ഉപയോഗിച്ചിട്ട് എന്തുണ്ടാവും? അമോണിയ നടക്കും. ഫോർവേഡ് റിയാക്ഷൻ ആണ് അവിടെ ഫേവർ ചെയ്യുക. When concentration increases, forward reaction favors. Concentration of reactant. When concentration of reactant increases, forward reaction favors. ഇനി അതേപോലെ തന്നെ, അതായത് നമ്മൾ നൈട്രജന്റെയും ഹൈഡ്രജന്റെയും കോൺസെൻട്രേഷൻ കൂട്ടിയപ്പോൾ എന്തുണ്ടായി? നൈട്രജനും ഹൈഡ്രജനും കൺസ്യൂം ചെയ്യുന്ന റിയാക്ഷൻ നടന്നു. അതായത് നൈട്രജനും ഹൈഡ്രജനും കൺസ്യൂം ചെയ്യുന്നത് അമോണിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഫോർവേഡ് റിയാക്ഷൻ നടന്നു. ഈ സെയിം ഇഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുക when ammonia is removed. അമോണിയ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അമോണിയ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഉണ്ടാവും. അമോണിയ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? കൂടുതൽ നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ അമോണിയ റിമൂവ് ചെയ്താലും എന്ത് നടക്കും? മോർ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ നടക്കും. അമോണിയ റിമൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അമോണിയ വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താ ഇവിടെ റിയാക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ഈ ഒരു ഇക്വിലിബ്രിയം സിസ്റ്റത്തില് ഹേബർ പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഹേബർ പ്രോസസ്സിന് നമ്മൾ ടെമ്പറേച്ചർ കുറവാക്കി വെക്കണം, പ്രഷർ കൂട്ടണം. പിന്നെ അതേപോലെ കോൺസ്റ്റന്റ് ആയിട്ട് അമോണിയ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ അമോണിയ റിമൂവ് ചെയ്യണേ കോൺസ്റ്റന്റ് ആയിട്ട് റിമൂവ് ചെയ്യുമ്പോൾ കൂടുതൽ നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഹേബർ പ്രോസസ്സിൽ ടെമ്പറേച്ചർ നോർമലി 100 to 1000 അറ്റ്മോസ്ഫിയറിന്റെ ഇടയിലാണ് നമ്മൾ വെക്കുന്നത്. ഹേബർ പ്രോസസ്സിൽ നമ്മൾ ടെമ്പറേച്ചർ 100 to 1000 അറ്റ്മോസ്ഫിയറിന്റെ ഇടയിലാണ് പ്രഷർ കീപ്പ് ചെയ്യുന്നത്. ഇനി ടെമ്പറേച്ചർ കുറയ്ക്കണം എന്ന് പറഞ്ഞു അല്ലെ? ടെമ്പറേച്ചർ വല്ലാണ്ട് കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിലത്തെ മോളിക്യൂൾസ് കൂടുതൽ മോളിക്യൂൾസിന് ത്രഷോൾഡ് എനർജി കിട്ടില്ല. നമുക്കറിയാം, കൂടുതൽ മോളിക്യൂൾസിന് ത്രഷോൾഡ് എനർജി കിട്ടിയാലേ ആക്ടിവേഷൻ എനർജി ബാരിയർ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ, റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോ ടെമ്പറേച്ചർ വല്ലാണ്ട് കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ മോളിക്യൂൾസിന് ത്രഷോൾഡ് എനർജി കിട്ടില്ല, ആക്ടിവേഷൻ എനർജി ബാരിയർ ഓവർകം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടക്കുക. ആൻഡ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ഇസ് 500 ഡിഗ്രി സെൽഷ്യസ്. 500 ഡിഗ്രി സെൽഷ്യസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളവിടെ കോൺസെൻട്രേഷനിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? കോൺസ്റ്റന്റ് റിമൂവൽ ഓഫ് അമോണിയ. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ ഈ ഒപ്റ്റിമം ടെമ്പറേച്ചർ 500 ഡിഗ്രി സെൽഷ്യസിൽ ഒപ്റ്റിമം ടെമ്പറേച്ചറിലേക്ക് എന്താ പറയുക, ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് കാരണം നമ്മൾ പറഞ്ഞാൽ എന്താണ്? ത്രഷോൾഡ് എനർജി കിട്ടില്ല, ആക്ടിവേഷൻ എനർജി ബാരിയർ ഓവർകം ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് 500 ആണ് നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ ആയിട്ട് വെക്കുന്നത് വിത്ത് ദ യൂസ് ഓഫ് എ കാറ്റലിസ്റ്റ്. ഇതിന്റെ കൂടെ തന്നെ സ്പോഞ്ചി അയൺ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സ്പോഞ്ചി അയൺ വെച്ച് കഴിഞ്ഞാൽ 500 ഡിഗ്രി സെൽഷ്യസിൽ കുറെ മോളിക്യൂൾസിന് ത്രഷോൾഡ് എനർജി കിട്ടി, റിയാക്ഷൻ നടക്കും. ആക്ടിവേഷൻ എനർജി ബാരിയർ ഓവർകം ചെയ്യാം, റിയാക്ഷൻ നടക്കാം. ഇതാണ് എന്ത്? ഈ ഒരു ഇക്വിലിബ്രിയം സിസ്റ്റത്തിൽ നമുക്ക് ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്തൊരു റിയാക്ഷൻ ആണ് സൾഫ്യൂരിക് ആസിഡിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ കോണ്ടാക്ട് പ്രോസസ്സിൽ ഉള്ളൊരു റിയാക്ഷൻ. അതായത് കോണ്ടാക്ട് പ്രോസസ്സിൽ സൾഫർ ഡയോക്സൈഡും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് സൾഫർ ട്രയോക്സൈഡ് ഫോം ചെയ്യുന്ന കോണ്ടാക്ട് പ്രോസസ്സിലെ സൾഫ്യൂരിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിന് വേണ്ടി ഉപയോഗിക്കുന്ന കോണ്ടാക്ട് പ്രോസസ്സിലെ ഒരു റിയാക്ഷൻ. അതായത് ഇതാണ് റിയാക്ഷൻ. ഇവിടെ നോക്കൂ, 2SO2 plus O2 gives 2SO3 and here delta H is equal to minus 192.5 kilojoule. ഇനി ഈ ഇക്വിലിബ്രിയം റിയാക്ഷനിൽ
ഈ ഇക്വിലിബ്രിയം റിയാക്ഷനിൽ ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഇഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഹിയർ ദ ഫോർവേഡ് റിയാക്ഷൻ ഇസ് എൻഡോതെർമിക്, എക്സോതെർമിക് ആണ് ഫോർവേഡ് റിയാക്ഷൻ, ഹീറ്റ് റിലീസ് ചെയ്യുന്നതാണ്. സോ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് എൻഡോതെർമിക്. സോ വാട്ട് ഹാപ്പൻസ് when temperature is increased? System tries to nullify the effect of increased temperature by increasing the reaction, by increasing the endothermic reaction. Temperature കൂട്ടി കഴിഞ്ഞാൽ temperature absorb ചെയ്ത് നടക്കുന്ന endothermic reaction favor ചെയ്യും. Since the backward reaction is endothermic, backward reaction is endothermic, temperature increase ചെയ്ത് കഴിഞ്ഞാൽ endothermic reaction favors. Backward reaction is endothermic. So എന്താ പറയുക, ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അപ്പൊ ഇവിടെ ഈ കോണ്ടാക്ട് പ്രോസസ്സിൽ കൂടുതൽ സൾഫർ ട്രയോക്സൈഡ് കിട്ടണമെങ്കിൽ എന്ത് വേണം, temperature should be, so temperature should be, അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് കൺക്ലൂഡ് ചെയ്യാം, so temperature should be low. ഇനി ഇവിടെ പ്രഷറിന്റെ ഇഫക്റ്റ് എന്താന്ന് നോക്കാം. പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, when the pressure of the system at equilibrium is increased, the equilibrium favors in that direction where there are less number of moles or less number of molecules. Number of molecules കുറവുള്ള ഭാഗത്തേക്ക് റിയാക്ഷൻ ഫേവർ ചെയ്യും. അപ്പോൾ when temperature increased, reaction favors in direction where n is less. ഇവിടെ റിയാക്ടന്റില് 2+1 3 നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, പ്രോഡക്റ്റില് 2 മോൾസ് ഉണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറവുള്ളത് ഫോർവേഡ് റിയാക്ഷനിലാണ്. സോ ഫോർവേഡ് റിയാക്ഷൻ ഫേവേഴ്സ്, ഫോർവേഡ് റിയാക്ഷൻ ഫേവേഴ്സ്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, പ്രഷർ ഷുഡ് ബി ഹൈ. പ്രഷർ കൂട്ടുമ്പോഴാണ് ഫോർവേഡ് റിയാക്ഷൻ ഫേവർ ചെയ്യുക. സോ പ്രഷർ ഷുഡ് ബി ഹൈ. ഇനി കോൺസെൻട്രേഷൻ നോക്കാം. കോൺസെൻട്രേഷൻ നമുക്കറിയാം, when concentration of sulfur trioxide, sulfur dioxide and sulfur oxygen is increased, SO2ന്റെയും ഓക്സിജന്റെയും കോൺസെൻട്രേഷൻ കൂട്ടി കഴിഞ്ഞാൽ SO2ന്റെയും ഓക്സിജന്റെയും കോൺസെൻട്രേഷൻ കൂട്ടി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അത് കൺസ്യൂം ചെയ്ത് നടക്കുന്ന റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കും. അതായത് സൾഫർ ട്രയോക്സൈഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സെയിം ഇഫക്റ്റ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ദിസ് സെയിം ഇഫക്റ്റ് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ബൈ റിമൂവിങ് സൾഫർ ട്രയോക്സൈഡ് കോൺസ്റ്റന്റ്ലി. അപ്പൊ നമ്മൾ എന്താ പറയാ, ഈ സെയിം ഇഫക്റ്റ് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ബൈ റിമൂവിങ് സൾഫർ ട്രയോക്സൈഡ് കോൺസ്റ്റന്റ്ലി. ഇവിടെ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൾഫർ ട്രയോക്സൈഡ് അപ്പൊ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, കൂടുതൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സൾഫർ ഡയോക്സൈഡും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാക്കും. അപ്പൊ ബൈ കോൺസ്റ്റന്റ് റിമൂവൽ ഓഫ് പ്രൊഡക്റ്റ്. അപ്പൊ ടെമ്പറേച്ചർ കുറവായിരിക്കണം, അതേപോലെ തന്നെ പ്രഷർ ഹൈ ആയിരിക്കണം, പിന്നെ അതേപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിമൂവൽ ഓഫ് സൾഫർ ട്രയോക്സൈഡ് ഫേവേഴ്സ് ദ പ്രോസസ്. ഇവിടെ നമ്മൾ റിയാക്ഷൻ എന്താ പറയുക, 17 അറ്റ്മോസ്ഫിയറിൽ ഈ കോണ്ടാക്ട് പ്രോസസ്സ് നടക്കുന്നത് 17 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ. The contact process is generally carried out at 17 atmosphere pressure.
17 അറ്റ്മോസ്ഫിയർ പ്രഷറിലാണ് പ്രഷറിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ടെമ്പറേച്ചർ വല്ലാണ്ട് കുറച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ത്രെഷോൾഡ് എനർജി കിട്ടില്ല, മോളിക്യൂൾസിന് ആക്ടിവേഷൻ എനർജി ബാരിയർ ഓവർകം ചെയ്യാൻ പറ്റില്ല, റിയാക്ടൻസ് കമ്പൈൻ ചെയ്തിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യില്ല. അപ്പൊ അതുണ്ടാവാതിരിക്കാൻ നമ്മളൊരു ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടക്കുക. ഓൾസോ വിത്ത് ബൈ ദ യൂസ് ഓഫ് സം കാറ്റലിസ്റ്റ്. കൂടുതൽ റിയാക്ടൻസിന് ത്രെഷോൾഡ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ആക്ടിവേഷൻ എനർജി ബാരിയർ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാറ്റലിസ്റ്റും ഉപയോഗിക്കുന്നുണ്ട്. ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 450 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് വനേഡിയം പെന്റോക്സൈഡ് അല്ലെങ്കിൽ ഓർ പ്ലാറ്റിനൈസ്ഡ് ആസ്ബസ്റ്റോസ്. ഇതാണ് നമ്മൾ നോർമലി കോണ്ടാക്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കണ്ടീഷൻ. 17 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ 450 ഡിഗ്രി സെൽഷ്യസ് ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ വനേഡിയം പെന്റോക്സൈഡിന്റെയോ പ്ലാറ്റിനൈസ്ഡ് ആസ്ബസ്റ്റോസിന്റെയോ പ്രസൻസിലാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോസസ്സും കൂടി നോക്കാം. അടുത്തൊരു ഇക്വിലിബ്രിയം റിയാക്ഷനിൽ ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഇഫക്റ്റ് ചെയ്യുന്നത് എന്ന് കൂടി നോക്കാം. അടുത്തതാണ് Birkeland and Ide process. Birkeland and Ide process for the preparation of manufacture of nitric acid. Nitric acid the manufacture നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ കോണ്ടാക്ട് പ്രോസസ്സ്, അമോണിയയുടെ ഹേബർ പ്രോസസ്സ് പോലെ ബിർക്ക്ലാൻഡ് ആൻഡ് ഐഡ് പ്രോസസ് ആണ്. എന്തിന്റെ? ബിർക്ക്ലാൻഡ് ആൻഡ് ഐഡ് പ്രോസസ് ആണ് നൈട്രിക് ആസിഡിന്റെ മാനുഫാക്ചറിന്റെ പറയുന്ന പേര്, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന് പറയുന്ന പേര്. അതിലത്തെ ഒരു റിയാക്ഷൻ ആണ് N2 plus O2 gives 2NO. Okay, N2 plus O2 gives 2NO. Delta H is equal to 180.7 kilojoule plus 180.7 kilojoule. ഇതാണ് ഇവിടുത്തെ ടെമ്പറേച്ചറിന്റെ കണ്ടീഷൻ, അല്ല ഡെൽറ്റ എച്ച്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഡെൽറ്റ എച്ച് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായി ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണ്. ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണ്. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാലേ റിയാക്ഷൻ നടക്കുള്ളൂ. ഫോർവേഡ് റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷൻ എക്സോതെർമിക്. അതിൽ നമുക്ക് വേണ്ട, നമുക്ക് എൻഡോതെർമിക് ഏതാണെന്നാണ് അറിയേണ്ടത്. അപ്പൊ നമ്മൾ എന്തുണ്ടാവും? when temperature is increased, when temperature is increased, temperature increase ചെയ്യുമ്പോൾ നമുക്കറിയാം which reaction favors? Endothermic reaction favors. Since the forward temperature increased, endothermic reaction favors. Since forward reaction is endothermic reaction favors, and since forward reaction is endothermic, forward reaction favors. Okay, ഇവിടെ forward reaction എന്ന് പറഞ്ഞാൽ nitric oxide ഉണ്ടാവുന്നത്. So for this process temperature should be high. For this process temperature should be high. കാരണം നമുക്ക് ഇവിടുന്ന് മനസ്സിലായത് ടെമ്പറേച്ചർ ഹൈ ആയിരിക്കണം. Now you can see what happens when pressure is increased. What happens when pressure is increased? When pressure is increased, the reaction favors in that direction where there is less number of molecules. When pressure is increased, the reaction favors in that direction. When pressure is increased, reaction favors in that direction where N is less, number of moles is less. Reaction favors in that direction where number of molecules is less. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം പ്രോഡക്റ്റില് 2 നമ്പർ ഓഫ് മോൾസ്, റിയാക്ടന്റില് 2 നമ്പർ ഓഫ് മോൾസ്, പ്രോഡക്റ്റില് 2 നമ്പർ ഓഫ് മോൾസ്. സിൻസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ബോത്ത് സൈഡ്സ് ആർ സെയിം, നമുക്ക് എന്ത് പറയാം? പ്രഷർ ഹാസ് നോ ഇഫക്റ്റ് ഓൺ ദിസ് റിയാക്ഷൻ. Pressure has
നോ ഇഫക്റ്റ് ഓൺ ദിസ് ഇക്വിലിബ്രിയം റിയാക്ഷൻ. പ്രഷർ കൂട്ടുക കുറയ്ക്കുക ചെയ്തിട്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പ്രഷർ ഹാസ് നോ ഇഫക്റ്റ് ഇൻ ദിസ് റിയാക്ഷൻ. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, when concentration of nitrogen and oxygen is increased, ഈ നൈട്രജന്റെയും ഓക്സിജന്റെയും ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് കൺസ്യൂം ചെയ്തിട്ട് നടക്കുന്ന റിയാക്ഷൻ ഫേവർ ചെയ്യും. അതായത് നൈട്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുന്ന ആ റിയാക്ഷൻ ഫേവർ ചെയ്യും. ദിസ് സെയിം ഇഫക്റ്റ് ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ബൈ കോൺസ്റ്റന്റ്ലി റിമൂവിംഗ് പ്രോഡക്റ്റ്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഈ പ്രോഡക്റ്റിനെ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്, കൂടുതൽ നൈട്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവും. നമ്മുടെ എയിം എന്ന് പറയുന്നത് കൂടുതൽ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ പ്രോഡക്റ്റ് റിമൂവ് ചെയ്താൽ മതി. ബൈ നമുക്ക് എന്ത് പറയാം, ബൈ കോൺസ്റ്റന്റ്ലി റിമൂവിങ് പ്രോഡക്റ്റ് നൈട്രിക് ഓക്സൈഡ്. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കൂട്ടണം, കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവുന്ന നൈട്രിക് ഓക്സൈഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് നടത്താം. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടുക വേണം. ടെമ്പറേച്ചർ ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ നോർമലി റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുക എന്ന് വെച്ചാൽ, റിയാക്ടന്റിന്റെ ഇടയിൽ ഇലക്ട്രിക് ആർക്ക് കൊടുത്തിട്ടാണ് ഈ റിയാക്ഷൻ നടത്തുന്നത്. റിയാക്ടന്റിന്റെ ഇടയിൽ ഇലക്ട്രിക് ആർക്ക് വെച്ചിട്ടാണ് ഈ ഹൈ ടെമ്പറേച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതും റിയാക്ഷൻ നടത്തുന്നതും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 2-3 ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകൾ നോക്കിയിട്ട് എങ്ങനെയാണ് അവിടെ ലേ ഷാക്ലിയർ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ റിയാക്ഷൻ കണ്ടീഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 100% നമ്മൾ ഓരോ സബ്സ്റ്റൻസ് മാനുഫാക്ചർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം മിനിമം ചെലവില് മാക്സിമം പ്രോഡക്റ്റ് കിട്ടുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മുടെ റിയാക്ഷൻ കണ്ടീഷൻ നമുക്ക് എന്താ പറയുക മോഡിഫൈ ചെയ്യേണ്ടത് എന്നറിയാൻ നമുക്ക് ലേ ഷാക്ലിയർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് പറ്റും എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ